ചന്ദ്രി വെൽക്കം. പിന്നെ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയാമോ, സുനിയാണ് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഭയങ്കര മാറ്റം. എന്ത് മാറ്റം? ഒരാഴ്ചയായിട്ട് കറക്റ്റ് പണിക്ക് പോണ്. അത് മാത്രമല്ല പൈസ കൂട്ടി വെക്കും, കണക്ക് നോക്കും. പക്ഷെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 പൈസ അങ്ങേരെ കയ്യിലില്ല. എന്റെ സംശയം അണ്ണ ഏതോ പെണ്ണ് അങ്ങേരെ പൈസ തിന്നോണ്ട് പോണ്. എന്റെ പൊന്നു ചന്ദ്രി, സുനി അങ്ങനത്തെ ഒരാളല്ല. അണ്ണ അത് മാത്രമല്ലെന്ന്, രാത്രിയൊക്കെ ഉണ്ടല്ല ഏതോ ഫോൺ കോൾ വരും. ഫോൺ കോൾ വരുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കണ. അപ്പൊ എന്തോ ഇല്ലേ ഇതില്? എന്തോ ഉടായ്പ ഉണ്ടെണ്ണ. ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയാം. ഞാൻ ചോദിച്ചു പറയാം. സുനി എവിടെ? ഈ സമയമില്ലാത്ത സമയം ഇവളെന്തിനും ഇങ്ങോട്ട് വിളിച്ച? പണി നടക്കണ്. നമ്മളെ സിമ്പിള സാറിന്റെ മൂത്ത മകൾ ഇല്ലി ചേച്ചി ഇല്ലേ, കാൺക്രീറ്റിന്റെ പണി നടക്കണം. അതിന്റെ ഇടയിൽ എന്തിനും ഇവിടെ വന്ന? സുനി സത്യം പറയണം, സുനിക്ക് എന്തോ മാറ്റം ഉണ്ടെന്ന് പറയണ്ടല്ലോ. എന്തൊരു മാറ്റം? ഇപ്പൊ തന്നെ പണിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ്. സുനി കറക്റ്റായിട്ട് പണിക്കൊക്കെ പോയി തുടങ്ങി, പൈസയൊക്കെ സമ്പാദിച്ചു തുടങ്ങി. അല്ല, അത് ഈ ബാധ്യതയൊക്കെ വരുമ്പോഴല്ലേ അളിയാ നമ്മൾ പണിക്ക് പോണ. ഇത്രയും ദിവസം ഇല്ലാത്ത ബാധ്യത നിങ്ങൾക്ക് ഇപ്പൊ എന്തൊരു ബാധ്യത? നിങ്ങൾ ഇപ്പൊ പറയണം നിങ്ങൾക്ക് എന്തൊരു ബാധ്യതയാണ്. എന്റെ ബാധ്യതയുടെ എന്റെ മുമ്പ് കിടന്ന് ഇങ്ങനെ കാണും. എന്തെങ്കിലും പറയുമ്പോ ഇതുപോലെ മുടന്ത ന്യായവും പറഞ്ഞോണ്ട് വരണ കണ്ടാ. എന്തോന്നു സുനി, കാര്യം എന്താന്ന് പറയും? ഒന്നുമില്ല ഒന്നുമില്ല. മെനിഞ്ഞാന്ന് വെളുപ്പാങ്കാലം ഞാൻ നോക്കുമ്പോ കട്ടിൽ ഇങ്ങേരില്ല. ഞാൻ വെളിയിൽ ചെന്ന് നോക്കിയപ്പോണ്ടല്ല നമ്മളെ ഡെക്ലസണിന്റെ പട്ടി മോശയില്ലേ, അവളോട് വർത്താനം പറഞ്ഞോണ്ട് നിക്കണ്. ഈ പട്ടിയെടുത്തൊക്കെ സംസാരിക്കണം എന്തിനാ? അല്ല, അതിന്റെ കൂടി വർത്താനം പറഞ്ഞ വാലാട്ടിയെങ്കിലും കാണിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തര്, നിങ്ങൾ മിണ്ടാതിരിക്കും. ഇങ്ങേർക്ക് ഇപ്പൊ ഒരു പുതിയ കൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന, ഒരു കൂട്ടുകാരന്. ആരാണത്? ക്ലിന്റൺ ദാസ്. അവനെന്തൊരു കുഴപ്പം? അയ്യോ, അവൻ ഒരു കുഴപ്പമില്ല. ആ പഞ്ചായത്തിലെ നമ്പർ 1 വൃത്തിയിട്ടവനാണ് ഈ ക്ലിന്റൺ. എടി ചന്ദ്രി, അനാവശ്യം പറയരുത്, അനാവശ്യം പറഞ്ഞു പരത്തരുത്. എന്താണ് ഞാൻ പരത്തി? ഒന്നാമത്തെ അലമ്പ അവന്റെ അച്ഛൻ ദാസണ്ണ, രണ്ടാമത്തെയാണ് അവൻ. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട അണ്ണാ. ഇവൻ എന്താ ജോലി എന്ന് ചോദിച്ചു നോക്കി. എന്താണ് ക്ലിന്റൺ ദാസിന്റെ ജോലി? എന്താണ്? അവൻ ക്യാമറാമാൻ. അയ്യോ, ക്യാമറമാനോ? ഏത് ചാനലിലാണ്? അയ്യോ, TV ചാനലൊന്നും അല്ലണ്ണ. നമ്മൾ മഞ്ചവളാക്കത്തുള്ള പെണ്ണുങ്ങൾ കുളിക്കുന്ന ചാനലിൽ ക്യാമറ വെച്ച് വീഡിയോ പിടിപ്പാണ് അവന്റെ ജോലി. അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച അവനെ തെങ്ങി കെട്ടിയിട്ട് നാട്ടുകാർ അവന്റെ മികച്ച ക്യാമറമാനുള്ള സ്റ്റേറ്റ് അവാർഡും കൊടുത്തു. ഇപ്പൊ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇവള് പറയും കണക്കൊന്നും അല്ലളിയാ. അവനാണെങ്കിൽ ഒരു ചെറിയ ക്യാമറ മേടിച്ചളിയാ. ക്യാമറ മേടിച്ചോണ്ട് വന്നപ്പോ നല്ല ക്ഷീണം, ചാനൽ കണ്ടപ്പോ ഒന്ന് കുളിക്കണമെന്ന് തോന്നി. അപ്പൊ ക്യാമറയും കൊണ്ട് കുളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ക്യാമറ നനയായിരിക്കാൻ വേണ്ടി കല്ലിന്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ച്, അത്രേ ചെയ്തോളൂ. ഇതിനാണ് ഈ പറയണത്. കൂട്ട് കിട്ടിയിട്ട് ഇപ്പൊ ഒരു കാര്യമുണ്ട്. മെനിയാ നീ ഒരു കുളിക്കാൻ കയറിയപ്പോ ഫോണിൽ പറ മെസ്സേജ് പറഞ്ഞു. ഞാൻ എടുത്ത് നോക്കിയപ്പോണ്ടല്ലണ്ണ കുറെ വൃത്തിയിട്ട ഫോട്ടോസ്. അത് ഞാനല്ല വാട്സപ്പ് ഗ്രൂപ്പ്. ഏത് വാട്സപ്പ് ഗ്രൂപ്പ്? ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്തെന്നറിയാമോ? തേന്നുകൊരും പൂമ്പാറ്റ. ഞാനല്ല ക്ലിന്റൺ. ഫോൺ എടുക്കി ഫോൺ എടു. സ്പീക്കർ ഇട് കേക്കട്ടെ. सुनिए സുനിയാണെന്നെ കൊടുക്ക പറയും. सुनिए सुन रहा है? हमारा ऐप से लोन लिया था, साला बदमाश, पैसा वापस करो। पैसा वापस नहीं किया तूने। अगर पैसा वापस नहीं किया तेरा फोटो छपेगा, नंगा फोटो छपेगा, न्यूज़पेपर में डालेगा, तेरा बीवी को भेज देगा, यूट्यूब में डालेगा। बदमाश फोन रख. ഭായി, ട്രെയിൻ ടിക്കറ്റ് കിട്ടിയ പണിക്ക് ഞാൻ വന്നിരിക്കും. തുനി വാക്ക് പറഞ്ഞ വാക്കാണ്, പണി ചെയ്തിരിക്കും. അളിയ ഇതൊരു കിടിലം പണിയാണ്, ബംഗാളിലാണ് കേട്ടാ. നമ്മളോട് പണിക്കൊന്നും പറഞ്ഞിട്ട് അളിയ അങ്ങേരാണ് വിളിച്ചത്. ഇത് പണിക്ക് വിളിച്ചതല്ല, നല്ലൊരു പണിയാണ് വരാൻ പോണത്. അത് തന്നെ പണിയാണ്. സുനി എവിടെന്നെങ്കിലും ലോൺ വല്ലതും എടുത്തിട്ടുണ്ടോ? എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ലോൺ എടുത്താന്നേ? ഇതാണ് നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലാത്ത. നിങ്ങൾ ഏവക്ക് കൊടുക്കാൻ എന്താ ലോൺ എടുത്തത്? നിങ്ങൾ ഏവക്ക് കൊടുക്കാൻ ലോൺ എടുത്തത് എനിക്ക് പറയണം. ടൈമിംഗ് ഇല്ലാതെ അതിന്റെ കൂടെ ഇങ്ങനെ ടാക്കി കഴിഞ്ഞാൽ തെറ്റാണ് മൊത്തം. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഞാനല്ലേ എടുത്ത. പിന്നെ ക്ലിന്റൺ ഒരു ക്യാമറ മേടിക്കാൻ വേണ്ടിട്ട് അവൻ ലോൺ. എന്നാ ആ ക്ലിന്റൺ ദാസ് ലോൺ തിരിച്ചടച്ചിട്ടില്ല. ആ പൈസ അടയ്ക്കാത്തത് കൊണ്ട് സുനിയുടെ ഫോട്ടോ എടുത്ത്, അത് നഗ്ന ഫോട്ടോ എടുത്ത്, അതായത് പത്രത്തില് യൂട്യൂബില് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും, നാട്ടുകാർക്ക് മുഴുവൻ അയച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടും. ഇൻഡസ്ട്രിയിൽ മൊത്തം പരത്തുവേ. ഇൻഡസ്ട്രിയാ അല്ല, കോൺക്രീറ്റ് ഇൻഡസ്ട്രി. സുനി, ഇതാണ് പറയുന്നത്. ഈ ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ ആപ്പുകൾ ലോൺ ഓഫർ ചെയ്ത് എടുക്കരുത്. ഈ കഴിഞ്ഞ ദിവസവും പോലീസിന്റെ ഇതുണ്ടായിരുന്നു. ഞാൻ എടുത്തില്ല, ക്ലിന്റൺ ആണ് എടുത്തത്. ക്ലിന്റൺ ദാസ് എടുത്താലും ഈ ഫോൺ ഉപയോഗിച്ചല്ലേ എടുത്തത്. അപ്പം ഈ ഫോണിന്റെ സിം ആരുടെയാണോ അവരുടെയാണ് ഇറങ്ങുക. അപ്പൊ സുനിയുടെ നഗ്ന വീഡിയോ. അയ്യോ, പിന്നെ എന്റെ മാപ്പിളേനെ
ഫോട്ടോ കാണുമ്പോ ചിരിക്കണ എന്താണ് ചിരിക്കണത്? അനാപ്പോള ഫോട്ടോ ആലോചിച്ചു. ഫോട്ടോ കാണുമ്പോ ഈ ഫോൺ ആര് മേടിച്ചെന്നാ? വല്യണ്ണൻ ഫോണിലാ വാങ്ങിച്ചത്. പക്ഷെ സിമ്മ സുനിയുടെ അല്ലേ? അല്ല, ഏ? എനിക്ക് വിളിക്കണമെന്ന് പറയുമ്പോ അളിയന്റെ പഴയ സിമ്മാണ് എനിക്ക് തന്ന. അയ്യോ എന്റെ വല്യണ്ണനാണ് ഇപ്പൊ എല്ലാരും കാണുവേ. നാട്ടുകാര് മൊത്തം കാണുവേ. ഇൻഡസ്ട്രി മൊത്തം പരക്കുവേ. കോൺക്രീറ്റ് ഇൻഡസ്ട്രിയാ? അല്ലെന്ന ഫിലിം ഇൻഡസ്ട്രി. അയ്യോ ആ നിപ്പന്റെ മൈനി എങ്ങനെ സഹിക്കുവേ. അയ്യോ മതി, നാടകം മതി. അളിയന് വലിയ പേടിയൊന്നുമില്ല. മതി. ടെൻഷനൊന്നും വേണ്ട, അതിന് ടെൻഷനൊന്നും വേണ്ട. അതിനൊരു നമ്പർ ഉണ്ട്. ആ. കേരള പോലീസ് ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ. 9497 ആ. 980 900. ആ. ഈ നമ്പറിൽ വിളിച്ച് നമ്മൾ പറഞ്ഞ് നമ്മുടെ പരാതി അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പൊ നക്കിന ഫോട്ടോ അങ്ങനെ ഫോട്ടോ ഒന്നും പുറത്തു പോകില്ല, അതൊക്കെ അവർ നോക്കിക്കോളും കേട്ടോ. എല്ലാം നോക്കിയോളൂ. എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. പക്ഷേ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആ. ഇമാതിരി ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഞാനല്ലേ എടുത്ത ക്ലിന്റൺ ദാസ്. ക്ലിന്നദാസ് എടുത്താലും നമ്മുടെ ഫോണിൽ വെച്ചല്ലേ എടുക്കുന്നത്. അപ്പൊ പേടിക്കൊന്നും വേണ്ടല്ലേ? ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഒരു പ്രശ്നം കേരള പോലീസ് ഇത്തരം കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്തോളൂ. ആണല്ലേ? പെട്ടെന്ന് പാടി ക്ലിന്റൺ ദാസിനെ കണ്ടിട്ട് വേണം അളിയന്റെ പേര് ഒരു 10 ലോൺ എടുക്കാം.